ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കോളേജ് വന്നിരിക്കുകയാണ്. നല്ല മഴയാണ് ഗൈസ്. അതെ, ഡെയിമായി കോളേജ് എടുക്കാത്ത. അതെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്ന് ശനിയാഴ്ചയാണ്. അതെ, ശനിയാഴ്ച ക്ലാസ് വെച്ചിരിക്കുകയാണ്. ഇന്നലെ സെന്റ് തോമസ് ഡേയുടെ അവധിയായിരുന്നു, അതുകൊണ്ട് ഇന്ന് ക്ലാസ് വെച്ചു. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്? പണ്ടുണ്ട്, മഴ ഇല്ലാത്തൊരു സമയം. അതെ, സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്ന കോളേജ്. അത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു സ്വർണ്ണ. പിന്നെ സെക്കൻഡ് ഇയർ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് ഇവിടെ വന്നു. സെക്കൻഡ് ഇയർ ശരിക്കും എടുക്കണമെന്ന് വിചാരിച്ചേ. ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മിലെടുത്തേ. സെക്കൻഡ് ഇയർ ഫോർത്ത് സെം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫോർത്ത് സെം വന്നതും നിന്നതും പോയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ നമ്മളെത്തി ഇതിനകത്ത് കയറി. ഇതിനകത്ത് അവിടുന്ന് ഇവിടെ കയറിക്കണം. നമ്മളിപ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എത്തി. കണ്ടാ, അവർ ക്ലാസ്. അതെ, പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ എത്തിയിട്ടില്ല. അടുത്ത് ഓരോ ചെറിയ ഓട്ടം ഉണ്ട്. അതുകൂടെ പുറത്തല്ല നടക്കണ. അവിടെ ആരോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്, തേർഡ് ഇയർ ബികോം. ഇവിടെ നിന്നാൽ MD സ്കൂൾ കാണാം ഗൈസ്. ഇത് ആദ്യത്തെ കൂടെ എൻ്റെ കൂടെ കൂടെ ഒക്കെ ഷർട്ടൊക്കെയായി. മെയിൻ ടാസ്ക് ഇത് മറക്കാതെ എടുക്കുക. ആദ്യത്തെ ബെഞ്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്മമര ആദ്യത്തെ ഫ്രണ്ടിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ബാക്കിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇടയ്ക്കാണ്. ഇനിയൊരു നീണ്ട കാത്തിരിപ്പാണ്. അതെ, നമ്മൾ നേരത്തെ വരുമല്ലോ. എന്തുകൊണ്ടാണ് നേരത്തെ? ബസ്സിന് സീറ്റ് ഇടും കഴിക്കാൻ. ഓക്കെ, ഇനി എൻ്റെ ഉത്തരം. ഒന്നെനിക്ക് നടക്കാൻ മടിയാണ്. ഈ ബസ്സാണെങ്കിൽ എനിക്ക് കുറച്ച് ദൂരം നടക്കും. അയ്യോ, പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സീറ്റ് കിട്ടും. എൻ്റെ പതിവ് ഒരുപാട് തുടങ്ങട്ടെ. ഭക്ഷണം കഴിക്കും. മഴ പെയ്യുന്നു. നല്ല രസം. മഴയത്ത് ക്ലാസ് എടുക്കുന്നത് സൂം ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നിർത്തിയ കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. അനില വന്നിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ വ്ലോഗ് എടുക്കുന്നത് കൊണ്ട് മാത്രം ക്ലാസ്സിന് വെളിയിലോട്ട് ഇറങ്ങാണ് ഇൻ്റർവെല്ലിന്. ഞാൻ എങ്ങനെ ഇറങ്ങാറില്ല. നമ്മുടെ കൂട്ടിന് ആദിത്യത് ഇവിടെയും വ്ലോഗ് എടുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് കയറ്റി കൊടുക്കാം. വന്ന ടൈമിൽ എങ്ങനെയായിരുന്നു കോളേജ്? ഇപ്പൊ കണ്ട ഫുൾ ആൾക്കാരാണ്. ആ വണ്ടിയാണ്, ആൾക്കാരാണ്. ടെസ്റ്റ് നോക്കാം. അതെ, നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റിന്റെ ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതും കൂടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും പുറത്തിറങ്ങി. സ്റ്റോറിൽ ഫുൾ ആളാണ്. കമ്പ്യൂട്ടർ ടെസ്റ്റ്
ഇത് 172. ഇത്രയും വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞു ബുക്ക് എടുത്താൽ മതി, പ്രാക്ടിക്കൽ മാത്രം. ഇതായിരിക്കും ചിലപ്പോ കുഞ്ഞു ബുക്ക ഇത് എഴുതാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായി. എഴുതാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ബുക്കിനെ ഉദ്ദേശിച്ചേ. അതിന് വലിയ ബുക്കൊന്നും വേണ്ടെന്നാണ്. ഇത് മറ്റേ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി മാത്രം. വ്ളോഗ് ഇന്റർവെല്ലിനും ഹോംവർക്ക് ചെയ്യുന്ന പിള്ളേർ. സിയ വന്നൊന്നും ഞാൻ എടുത്തില്ല. പവിത്ര വന്നിട്ടുണ്ട്. അപ്പം 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബെല്ലടിച്ചു. അപ്പോൾ ഇപ്പോൾ ഇനി ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന്റെ ക്ലാസ് മിസ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഫ്രീ പീരീഡ് ആണ്. നല്ല മഴ പെയ്യും. നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മൂമ്മ പൈസക്ക് ആൾക്കാർക്ക് കൊടുക്കുന്ന വായ്പ ആ പരിപാടി. അങ്ങനെ ഒരിക്കൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ ഒരു വീട്ടിൽ പോയി. അതൊരു മനയായിരുന്നു. ഈ മനയുടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പറമ്പ് വഴിയിലാണ് പോകാൻ പറ്റുന്നത്. സിനിമയില്ലേ? അല്ല, ഒരു പറമ്പ് വഴിയിലാണ് പോകാൻ പറ്റുന്നത്. ഈ പറമ്പ് വഴി പോകുന്ന ടൈമിൽ അമ്മൂമ്മയ്ക്ക് വഴി തരും. അങ്ങനെ പോയി പുള്ളിക്കാരി കുറെ വള്ളിയൊക്കെ കിടക്കുന്നുണ്ട്. ഈ വള്ളിയൊക്കെ നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയാം. പാമ്പൊന്നുമല്ല, ഒരു കാവ്. എങ്ങനെയൊക്കെയോ അവസാനം ഒരു വീടിന്റെ പുറവശം തന്നെ വീട്ടുകാരെ എന്നൊക്കെ വിളിച്ച് ആ വീടിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഏതാ അതാ മണ്ണേരെ പുറകിലാണ് വൈകിട്ട് ചെന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു ചെന്നപ്പോഴത്തേക്കും എനിക്ക് വീടുണ്ട്, വഴിയൊക്കെ നോക്കി കാര്യമൊക്കെ പറഞ്ഞു. എവിടെ പോകാൻ ശരിക്കും ഉദ്ദേശിച്ചേ? അമ്മൂമ്മ ഞാൻ പറഞ്ഞു അമ്മൂമ്മ മനയിലേക്ക് പോകാനാ വന്നേ. ഒരു പറമ്പിൽ കൂടെ വേണം മനയിലേക്ക് പോകാൻ. പറമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. വേറെ മനനാണോ തന്നെ? അല്ല, ശരിക്കുള്ള മനയുടെ ഇതുവരെ കാണാത്തത് ഏതാണെന്ന് മനസ്സിലായി. ഫ്രണ്ടിലെത്തിയപ്പോൾ പോകാനും ഇഷ്ടം മനയിലേക്ക്. എന്നിട്ട് അവസാനം മനസ്സിലാക്കി എൻ്റെ വഴി തെറ്റി അവിടെ ഇവിടെ പോയി. അങ്ങനെ അവിടുത്തെ പുറകുവശത്തെ കാവ് കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. അപ്പം ആ വീട്ടുകാർ പറയാം അങ്ങനെ ഒരു കാവി പറഞ്ഞു. സംഭവം ഈ പറമ്പിൽ പൊട്ടക്കിണറുണ്ട്. ഈ പൊട്ടക്കിണർ 2-3 ആൾക്കാർ ചാൻസ് അത് പ്രേതം വന്നിട്ട് ഈ പുള്ളിക്കാരിനെ വഴി തെറ്റിച്ചു. അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് പേടി വരില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പോവാണ്. എല്ലാവരും